കൺസേൺ എന്ന് പറഞ്ഞാൽ ഇവരും പറഞ്ഞ മൊഴികൾ ഒക്കെ പുറത്തു പോകുമോ എന്നൊക്കെ ഉള്ളതായിരുന്നല്ലോ ഇതിനകത്ത് വിജയിച്ചുള്ള കൺസേൺ. അതോ ആ കൺസേൺ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കില്ല. അല്ല, അപ്പൊ അതാണ് നമുക്ക് കുക്കു തന്ന ഒരു മൊഴിയിൽ ഉണ്ടായിരുന്നത്. കുക്കുവിന്റെ ഇതില് ഉണ്ടായിരുന്നത് ഇത്രേ വർഷം ഒരു പ്രശ്നം ഉണ്ടാവാത്ത ഒരു കാര്യം. ഇത് ആക്ച്വലി എലക്ഷൻ വന്നപ്പോഴാണ് ഇത് പൊങ്ങിയത്. അപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ ഇലക്ഷനിൽ ഇത് വരാത്ത ഒരു കാര്യം ഈ ഇലക്ഷനിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ അതും ചോദ്യം ചിഹ്നമായിട്ട് തന്നെയാണ് ഉള്ളത്. ഈ 2018 നടന്നൊരു സംഭവം. അത് 2025 വരെയുള്ള 7 വർഷക്കാലം ഇത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഇതിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരികയോ ചെയ്തിരുന്നില്ല. പക്ഷെ 2025 ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് മെമ്മറി കാർഡ് കണ്ടവർ തന്നെ ആവണമെന്നില്ല, മൊഴി കൊടുത്തവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞാലും ഈ വിവരങ്ങൾ പുറത്തറിയും. അതെ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മീറ്റിങ്ങിലെ വിവരങ്ങൾ എങ്ങനെ പുറത്തെത്തുന്നത്. അത് ആരും സ്കൂപ്പ് ചെയ്തെടുക്കുന്നൊന്നല്ല. ഈ കമ്മിറ്റി അംഗങ്ങൾ തന്നെ അവരുടെ മെമ്പേഴ്സിനോട് പറയും എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യം. അത് മറ്റ് മീഡിയകൾ എടുത്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡിലെ അവരവർ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടവർ തന്നെ മറ്റു പലരോടും പറഞ്ഞിരിക്കാം എന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. കാരണം സോളിഡായിട്ട് ഈ ഒരു മെറ്റീരിയൽ ആരും കണ്ടിട്ടുമില്ല, ഇപ്പോഴും അത് അജ്ഞാതമായിരിക്കാം. കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഏറ്റവും അവസാനം ഫൈൻഡിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ബന്ധുക്കളുമായിട്ട് കുടുംബാംഗങ്ങളുമായിട്ട് അവർക്ക് ഈ വിഷയത്തിൽ പിന്നീട് സംസാരം നടന്നു. ഈ കാർഡ് കണ്ടപ്പോൾ ഇല്ല അങ്ങനെ ഇത് ഒരു അതാണ് ഇത് ലോ അബൈഡിങ് ഒന്നല്ല. ഇത് ഇപ്പോൾ മറ്റേ ഞങ്ങളുടെ കമ്മിറ്റി ഭരണത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഇതിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉന്നയിച്ച അവരുടെ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊരു ഉറപ്പ് കൊടുക്കുകയാണ്. ഇതിൽ ഞങ്ങളൊരു തീരുമാനമുണ്ടാക്കും. ഞങ്ങളിതിൽ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ചോദിച്ച് മൊഴിയെടുത്ത് ഞങ്ങളുടെ തീരുമാനത്തിലെത്തി ആ തീരുമാനം നിങ്ങൾ അറിയിക്കും. അതിന് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഡിബേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സീനിയറായിട്ടുള്ള 2-3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൈൻഡിങ്സ് ആണത്. അവർക്ക് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കമ്മിറ്റി. അതായത് വെച്ചിട്ട് നിയമപരമായി മുമ്പോട്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല അതിൽ. പക്ഷെ അവർക്ക് ഫ്രീ ടു ഗോ. ആർക്കെങ്കിലും കോടതിന്റെ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ഫയല് ഇനി തുറക്കാൻ പറ്റുള്ളൂ.